ദൈവം ഒന്ന് ആഗ്രഹിക്കുന്നു, ഞാനൊന്ന് ആഗ്രഹിക്കുന്നു. ഇന്നലെ ഞാൻ അതേക്കുറിച്ച് ഒത്തിരി സംസാരിച്ചു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നു, നിങ്ങൾ വേറൊരു കാര്യം ആഗ്രഹിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിക്കുന്നത് വിട്ടേച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യണം. ഇതാണ് ദവക്കുത്ത്, പറ്റിച്ചേരുന്നത്. 3, എന്താ? കശ്റൂട്ട്. ഈ കശ്റൂട്ട് എന്ന് പറയുന്ന വാക്ക് കോഷേർ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് പറയുന്നത്. കോഷേർ, കഷോർ. എന്താ കോഷേർ? കോഷേർ ഫുഡ്. നിങ്ങൾ അമേരിക്കയിൽ പോയാൽ അവിടെ ഹോട്ടലിലൊക്കെ ഇട്ടിരിക്കും കോഷേർ ഫുഡ്. കോഷേർ ഫുഡ് ആയിരുന്നില്ലെങ്കിൽ അമേരിക്കയിൽ 7 വർഷമാണ് ജയില്. യഹൂദന്മാർ കഴിക്കുന്നത് കോഷേർ ഫുഡ്. അതിൽ ഫാറ്റ് അല്ലെങ്കിൽ പന്നിയുടെ ഫാറ്റ് ഇങ്ങനെയുള്ള ഒന്നും അതിൽ ചേർക്കാറില്ല. മൃഗങ്ങളെ അവർ ഹലാൽ, മുസ്ലിംസ് ഹലാൽ എന്ന് പറയും. മൃഗങ്ങളെ അവർ കൊല്ലുമ്പോൾ മൃഗത്തിന്റെ പർട്ടിക്കുലർ വെയിനിൽ കട്ട് ചെയ്ത് ചോരയ്ക്കും അവരെടുക്കും. കോഷേർ ഫുഡ്. ഈ കോഷേർ എന്ന് പറയുന്ന വാക്ക്, കൊഷേർ എവിടെ നിന്ന് വരുന്ന അറിയാമോ? ദൈവം, യഹോവ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് പ്രമാണം കൊടുത്തു. എങ്ങനെയെന്ന് അറിയാമോ? എന്ത് കഴിക്കാം, എന്ത് കഴിച്ചുകൂടാ. ഏത് മൃഗങ്ങളെ നിങ്ങൾക്ക് കഴിക്കാം, ഏത് മൃഗങ്ങളെ കഴിച്ചുകൂടാ. അവിടെ പറഞ്ഞിരിക്കുന്നു, മൃഗങ്ങളുടെ കാൽ എങ്ങനെ ഇരിക്കണം? കുളമ്പ് എങ്ങനെ ഇരിക്കണം? പിളന്നിരിക്കണം. വിരികുളമ്പ് പിളന്നിരിക്കണം. അടുത്ത് അത് തറയിൽ ഇരിക്കരുത്. എങ്ങനെ? ക്യാമലിനെ പോലെ, ഒട്ടകത്തിനെ പോലെ ഇരിക്കരുത്. അതിനും തറയ്ക്കും ഇടയിൽ എന്തിരിക്കണം? ഗ്യാപ്പ് ഇരിക്കണം. കാല് ഗ്യാപ്പ്, പിളന്നിരിക്കണം. ഇങ്ങനെയുള്ള മൃഗങ്ങൾക്ക് കോഷേർ എന്നർത്ഥം. കോഷേർ, കോഷേർ ബാഡ്, കോഷേർ അനിമൽ. യു ആർ ഗെറ്റിംഗ്? മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ഇതുപോലെ ശരിക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ കൂടി ഉന്നത അനുഭവങ്ങൾ, വിലയേറിയ അനുഭവങ്ങൾ, മഹത്വമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഒത്തിരി കോഷേറൊക്കെ ഉണ്ട്. സെപ്പറേറ്റഡ് ലൈഫ്, ക്ലീൻ ലൈഫ് എന്നർത്ഥം. കോഷേർ എന്ന് പറഞ്ഞാൽ ക്ലീൻ, സെപ്പറേറ്റഡ്. ദ ഫസ്റ്റ് ക്ലീൻ ഈസ് ക്ലീൻ ഇൻ ദ ബോഡി. ശരീരത്തിൽ ക്ലീനിങ്. പഴയ നിയമത്തിൽ വിശുദ്ധി എന്ന് പറയുന്ന വാക്ക് എവിടേക്ക് വരുന്നു അവിടേക്കും അത് അകത്തുള്ള ജീവിതത്തെക്കുറിച്ചല്ല, ശരീര ശുദ്ധീകരണത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ജീവിതത്തെക്കുറിച്ചല്ല, ബോഡിലി ക്ലീൻ, റിച്വൽ ക്ലീനിങ്. ഞാൻ പറയട്ടെ, നിങ്ങൾ എപ്പോഴും ശരീരത്തെ ക്ലീനായിട്ട് വെച്ചിരിക്കണം. ബി ക്ലീൻ ഓൾ ദ ടൈം. പുറത്ത് വരുമ്പോൾ ശരിക്കും ഒരുങ്ങി വരുന്നതല്ല, വീട്ടിൽ ഒരുങ്ങി നിൽക്കണം എപ്പോഴും. ഹലോ, കഷ്ടമാണ് പാസ്റ്ററെ? കഷ്ടം തന്നെയാണ്. വിഗിൽ സ്വർത്ത് ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് എൻ്റെ ശരീരം മുഷിഞ്ഞാൽ, ചെറിയ ഒരു സ്മെൽ വന്നാലും ഞാൻ ഉടൻ തന്നെ എൻ്റെ ഡ്രസ്സ് മാറ്റും. ഒരു ദിവസം 2, 3, 4 ഡ്രസ്സ് അദ്ദേഹം മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം 21 പേരെ ജീവനോട് എഴുന്നേൽപ്പിച്ചത്. അദ്ദേഹം പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എപ്പോഴും എന്നെ നിറഞ്ഞിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരം എപ്പോഴും ക്ലീനായിട്ട് വെച്ചിരിക്കും. ഞാൻ പറയട്ടെ, പഴയ നിയമത്തിൽ സ്ത്രീകൾക്കായിട്ട് ഒത്തിരി ക്ലീനിങ് പ്രോസസ് അവിടെ ഉണ്ട്. ഇറ്റ്സ് സെയിം അപ്ലിക്കബിൾ, ബട്ട് വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. വൈ? ഗാഡ് എക്സ്പെക്ട് എ ക്ലീൻ ലൈഫ്. പുതിയ നിയമത്തിൽ ജെന്റൈൽസ് ആയ നമുക്ക് അതൊന്നും ഇല്ലാന്ന് വെച്ചോ, ഓക്കെ. എങ്കിലും നിങ്ങളുടെ ശരീരം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. ഹല്ലേലൂയ. വീട് ക്ലീൻ ആയിട്ടിരിക്കണം. പ്രാർത്ഥിക്കുന്ന മുറി ക്ലീൻ ആയിട്ടിരിക്കണം. റോഡ് സൈഡിൽ പ്രാർത്ഥിച്ചാലും ക്ലീൻ ആയിട്ടിരിക്കണം. ഇതാണ് കശ്റൂട്ട്, കൊഷേർ. 2, ആഹാര രീതിയിൽ ക്ലീൻ ഉണ്ടാകണം. വാക്കിൽ ക്ലീൻ ഉണ്ടാകണം. ജീവിതത്തിൽ ക്ലീൻ ഉണ്ടാകണം. കൊദേശ്, ഹോലി എന്ന് പറയുന്ന ഹീബ്രു കൊദേശ് എന്നുള്ള വാക്കിനർത്ഥം ഒന്നുമില്ല, സെപ്പറേറ്റഡ് ലൈഫ്, വേർതിരിക്കപ്പെട്ട ജീവിതം. പിരിച്ചെടുത്തിരിക്കുന്നു നിന്ന് ഈ ലോകത്തിൽ നിന്നും കർത്താവിന് വേണ്ടി. അതാണ് കോഷേർ ലൈഫ്. നിങ്ങൾക്ക് ആർക്കും ഈ ലോകത്തുള്ളവരോട് കൂടി ചേർന്ന് നടക്കുവാനും അവരെ പോലെ ചെയ്യുവാനും അവരെ പോലെ ജീവിക്കുവാനും കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് തന്നെ ജീവിക്കുവാൻ കഴിയും. അതാണ് കോഷേർ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലീൻ ലൈഫ്. ശബ്ദമായിട്ട് പറയണേ. ശരീരമായ ക്ലീനിങ്, ആത്മീയമായ ക്ലീനിങ്. ഗ്രേക്കില് കറ ചുളുക്കം ഒന്നുമില്ലാത്ത സഭയായി അവൻ നിങ്ങളെ പണിയുന്നു എന്നുള്ളതിന് ഗ്രേക്കില് 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ആസ്പിലോസ്, ഒന്ന് അമിമോസ്. ആസ്പിലോസ് ഔട്ട്സൈഡ് ക്ലീനിങ്ങെ കുറിച്ച് പറയുന്നു. ചില പറയും ഔട്ട്സൈഡ് ക്ലീൻ ആയിരുന്നില്ലെങ്കിലും നമുക്ക് സാരമില്ല. കർത്താവ് ഹൃദയത്തെയാണ് നോക്കുന്നത്. കർത്താവ് അകത്ത് നോക്കുന്നു, പുറത്തും നോക്കുന്നു. ഔട്ട്സൈഡ് ക്ലീനിങ് ആവശ്യമാണ്. ആസ്പിലോസ് ഔട്ട്സൈഡ് ക്ലീനിങ്. അമിമോസ് ഇൻസൈഡ് ക്ലീനിങ്. അന്ന് ദൈവത്തിന്റെ മന്ത്രത്തിൽ അല്ലെങ്കിൽ ടാബർനാക്കിളിൽ ഒരു മൃഗത്തെ ബലിയിടുവാൻ കൊണ്ടുവന്നാൽ അത് അകത്തും പുറത്തും എങ്ങനെ ഇരിക്കണം? പഴുതില്ലാതിരിക്കണം. സ്പോട്ട്ലെസ്, ബ്ലെയിംലെസ്. അങ്ങനെ ഇരുന്നാൽ മാത്രമേ ദൈവത്തിന് കൊടുക്കാവൂ. അതുപോലെയാണ് യേശു വരുമ്പോൾ, യേശുവിന്റെ വരവിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അകത്തും പുറത്തും ക്ലീൻ ലൈഫ് ഉണ്ടായിരിക്കണം. നോ കോംപ്രമൈസ് വിത്ത് ജീസസ്. ഹി വിൽ ഹാവ് നോ കോംപ്രമൈസ് ഈ കാര്യത്തിൽ. ഇതാണ് കഷ്റൂട്ട്. എല്ലാവരും പറയണ്ടേ കഷ്റൂട്ട്, കഷ്റൂട്ട്. ഞാൻ പറയട്ടെ, 10% അഭിഷേകത്തിൽ നിന്നും 20% പോകേണ്ടതിന് നിങ്ങൾ കുറച്ചൊക്കെ വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പോകാൻ കഴിയുകയില്ല. യു നീഡ് എ ലിറ്റിൽ ഹാർഡ് വർക്ക്. യു നീഡ് എ ലിറ്റിൽ തിങ്സ് ടു ഡു മോർ. ഹല്ലേലൂയ. ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ വന്നിറങ്ങണം. എനിക്ക് വരങ്ങൾ വേണം. ലോകത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ 3 കാര്യത്തിൽ കൂടി നിങ്ങളോട് പറയുന്നത്. എന്ത്? ആദ്യം എന്താണ്? കബാന, ദവകൂത്ത്, കഷ്റൂട്ട്. വീണ്ടും പറയണേ, കബാന, ദവകൂത്ത്, കഷ്റൂട്ട്. വീണ്ടും കബാന, ദവകൂത്ത്, കഷ്റൂട്ട്. ഞാൻ പറയാം, ഞങ്ങളുടെ നാട്ടിലെ ഒരു പവർ പ്ലാന്റ് ഉണ്ട്, ഗവൺമെന്റിന്റെ. വാട്ടറിൽ നിന്നും പവർ എടുക്കുന്ന ഇലക്ട്രിക് പ്ലാന്റ് ഉണ്ട്. ഒരു മലയിൽ നിന്നും താഴെയുള്ള വേറൊരു മലയ്ക്ക് ഒരു ചെറിയ ടണലിൽ കൂടി വെള്ളം വരുന്നു. ഹയസ്റ്റ് സ്പീഡിൽ വരുന്നു. ആ സ്പീഡിൽ വരുന്ന ആ വെള്ളം വരുന്ന ടണൽ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നവർ പറഞ്ഞു, എഞ്ചിനീയർ പറഞ്ഞു, ഈ ടണലിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു സൂചി പോകുന്ന ഒരു ദ്വാരം ഉണ്ടായാൽ അതിൽ കൂടി വരുന്ന വെള്ളം ഒരു മനുഷ്യന്റെ ശരീരത്തിൽപ്പെട്ടാൽ ഇവിടെ ഇരുന്ന് ഇപ്പുറത്ത് പോകുമെന്ന്. അത്ര ഫോഴ്സ് ആണ്. അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിച്ച് നിൽക്കുമെന്ന്. അതുപോലെ കബാനായിൽ ഞാനിങ്ങനെ പറയട്ടെ, 2 minutes പ്രാർത്ഥിച്ച് നോക്ക്. 2 minutes. വേറെ ഒന്നും ചിന്തിക്കരുത്, ലോകത്ത് ഒന്നും ചിന്തിക്കരുത്. ക്ലോസ് യുവർ ഐസ്, ലുക്ക് ടു ഗാഡ്. ദൈവത്തെ തന്നെ നോക്കുക, പിതാവിന്റെ മുഖം നോക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുക. മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വിടരുത്, പിടിച്ചു നിർത്തുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 2-3 മിനിറ്റിനകം നിങ്ങളുടെ അകത്ത് തീ കത്തിക്കും. പത്രോസ് പറയുന്ന അത് കണ്ട് നിങ്ങളുടെ മനസ്സിന്റെ അര കെട്ടി എന്ന് പറയുന്നു, അല്ലേ? ഗാർഡ് ഓഫ് യുവർ ലോയിൻസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? അതാണ് അവൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ എന്ത് ചെയ്യണം? ശരിക്ക് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഒരു തുണി ഉടുത്തുവിൻ എന്ന് എഴുതിയിരിക്കുന്നു. ഡ്രസ് യുവർ മൈൻഡ്. ദാറ്റ് മീൻസ് ഡോണ്ട് കീപ് യുവർ മൈൻഡ് നാക്കഡ് ഓൾ ദി ടൈം. നിർവാണമായിട്ട് നിങ്ങളുടെ നഗ്നതയായിട്ട് നിങ്ങളുടെ മനസ്സ് വച്ചിരിക്കരുത്. അതിനെ വസ്ത്രം ധരിച്ച് ശരിയാക്കുവിൻ. ഗാർഡ് യുവർ മൈൻഡ്. അതാണ് കവാന. സേ കവാന, ദവകൂത്ത്, കഷ്റൂട്ട്. വീണ്ടും പറയണേ, വീണ്ടും വീണ്ടും. നിങ്ങളുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ അത് പഠിപ്പിക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ പഠിത്തത്തിൽ നമ്പർ 1 മാറും. ഫുൾ കോൺസെൻട്രേഷൻ. അവർ പഠിക്കാനിരുന്നാൽ ബുക്കല്ലാതെ അടുത്ത് സർപ്പം വന്നാലും അവർക്കറിയില്ല. അവരങ്ങനെ തന്നെ ഇരുന്ന് പഠിക്കും. ഹൈ കോൺസെൻട്രേഷൻ.
മൈൻഡ് വിൽ ബി അണ്ടർ കൺട്രോൾ. ഒരു വർഷം മുഴുവനും നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അകത്ത് നിങ്ങൾ പോകുമ്പോഴത്തേക്കും, ഞാൻ പറയട്ടെ, ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നു, ട്രെയിനിൽ പോകുന്നു, എവിടെ പോകുന്നു, ഞാൻ ഫ്ലൈറ്റിൽ കയറിയാൽ എൻ്റെ അടുക്കലിരിക്കുന്ന ആരും എനിക്കറിയില്ല. My mind is not in the world, my mind is in God. My mind is in the word of God. I pray, I am in the spirit. ഞാൻ എവിടെ പോകുന്നു എനിക്കറിയാം, പക്ഷെ ഞാൻ എവിടെ ഇരിക്കുന്നു എനിക്കറിയില്ല. എങ്ങനെയെന്നറിയാമോ? ഈ കവാന ദവകുത്ത് കഷ്റൂട്ട് ഇതൊക്കെ ചെയ്ത് നോക്കുമോ? അത് വെറുതെ കേൾക്കാൻ വന്നതോ? ഹലോ, യു വിൽ ട്രെയിൻ യുവർ സെൽഫ്, യു വിൽ ഡു. ഞാൻ പറയട്ടെ, സംതിങ് ഗോയിങ് ടു ഹാപ്പൻ ടു എറണാകുളം. There is a very big problem going to happen to the devil here. Number one. Hallelujah. 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 അതിലും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവർ ഇങ്ങനെ കവാനായിൽ ഇരുന്നിട്ട് അന്യഭാഷ സംസാരിച്ചാലുണ്ടല്ലോ, ഓ മൈ ഗാഡ്, അത് റോക്കറ്റ് സ്പീഡിലാണ് പോകുന്നതായിരിക്കും. മൈ ഗാഡ്, ദ ഫയർ വിച്ച് release from you, unmeasurable. നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥലത്ത് തീ കത്തും. ഒരു പ്രാവശ്യം ഒരു ദേവദാസൻ വീട്ടിൽ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അമ്മച്ചി വേഗം ഓടിയെന്ന് പറഞ്ഞ്, എടാ മോനെ, അവിടെ തീ കത്തുന്നുടാ, ഓടിപ്പോ, എടാ തീ കത്തുന്നു, ഓടിപ്പോ. അവൻ പറയും, അമ്മേ ഇവിടെ വേറൊരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ തീയിലിരിക്കുന്നു അമ്മയെന്ന്. അതുപോലെ തീ കത്തുന്ന ഒരു പ്രാർത്ഥനയാണ് യേശു ചെയ്തത്. നിങ്ങൾക്കറിയാമോ, ആ ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ അടുക്കൽ എന്ത് വന്നു? രക്തം വന്നു. എങ്ങനെ വരും രക്തം? എങ്ങനെ വരും? മൈ ഗാഡ്, ഇറ്റ്സ് കവാന. ഹി കൺട്രോൾഡ് ഹിസ് മൈൻഡ്, ഹാർട്ട്, സോൾ, ബോഡി, വെയിൻസ്, എവറിത്തിങ് എല്ലാം അവൻ കൺട്രോൾ ചെയ്ത് അങ്ങനെ ഒരു പാക്കറ്റിന്റെ അടുക്കൽ അകത്ത് കൊണ്ടുപോയതുപോലെ അവൻ അങ്ങനെ കൺട്രോൾ ചെയ്ത് ലോകത്തിന്റെ പാപങ്ങളും രോഗങ്ങളും മനുഷ്യന്റെ കഷ്ടത എല്ലാം അവൻ തന്റെ ശരീരത്തിൽ ചുമന്നപ്പോൾ അവന്റെ ഹാർട്ട് പൊട്ടി. അക്കോർഡിംഗ് ടു മെഡിക്കൽ സയൻസ്, ഹാർട്ട് പൊട്ടിയാൽ മാത്രമേ ശരീരത്തിൽ നിന്ന് അങ്ങനെ ബ്ലഡ് വരാറുള്ളൂ. ഓൺലി വെൻ ദ ഹാർട്ട് ഇസ് ബ്രോക്കൺ. ഹാർട്ട് ഇസ് ബ്രോക്കൺ ദെയർ, അവിടെ തന്നെ ഹാർട്ട് പൊട്ടി. അതാണ് യഹൂദന്മാരുടെ പ്രാർത്ഥന. നിങ്ങളൊക്കെ ആത്മാവിൽ യഹൂദന്മാരാകുന്നു, ഇല്ലയോ? യഹൂദനാണ് നമ്മുടെ രക്ഷിതാവ്. നമുക്കങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും. ശബ്ദമായിട്ട് പറയണേ, കർത്താവേ, ഇന്നു മുതൽ ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ പോകുന്നു. എനിക്കൊരനുഭവം, ആത്മീയ അനുഭവം ഉണ്ടാകാൻ പോകുന്നു. ഞാൻ ഇന്നിരിക്കുന്നത് പോലെ ഇനി ഞാൻ ഇരിക്കാൻ പോകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മർമ്മങ്ങളെയും രഹസ്യങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞാൻ അനുഭവിക്കുവാൻ പോകുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നില്ലല്ലോ. ഇതൊക്കെ ഞാൻ പഠിച്ചതാ. വെള്ളത്തിലിറങ്ങി അവിടെ വെള്ളം കുടിച്ചാ നീന്താൻ പഠിക്കുന്നു. ഇങ്ങനെ പഠിച്ചതാ. അന്ന് എനിക്ക് ആരും പഠിച്ചെന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ മറ്റുള്ളവർ പഠിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ പാസ്റ്റർമാർക്ക്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇത് പഠിപ്പിച്ച് കൊടുത്തിട്ട് അങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ വയ്ക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി ദൈവം ഇന്ത്യയിൽ ഒരു വലിയ ഉണർവിനെ കൊണ്ടുവരും. റിവൈവൽ വിൽ കം. 91-ാം സംഗീതത്തിൽ എങ്ങനെ ഇരിക്കുന്നു? സ്റ്റാർട്ടിങ്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. മതി. അത്യുന്നതൻ, സർവശക്തൻ ആരാ? അവിടെ ദൈവത്തിന്റെ നാമം ആദ്യം ഇട്ടിരിക്കുന്നത് യാവേ, അടുത്ത് എൽഎലിയോൻ, അടുത്ത് എൽഷഡായി. 3 നാമം അവിടെ വരുന്നു. നിങ്ങൾ എൽഎലിയോൻ, എൽഷഡായി, യാവേ എന്ന് പറഞ്ഞു നോക്ക്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം പറഞ്ഞു നോക്ക്. ഞാൻ പറയട്ടെ, പ്രത്യേകിച്ച് കാര്യങ്ങൾ നടക്കും. ഹല്ലേലൂയ. ദിസ് ഈസ് എ പീരീഡ് ഓഫ് റെസ്റ്റോറേഷൻ. ദൈവത്തിൻ്റെ ജനങ്ങൾ വീണ്ടും വചനത്തിലേക്ക് വരുന്ന ഒരു കാലമാകുന്നു, നാളുകളാകുന്നു. വീണ്ടും
അങ്ങനെ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ലോകം മുഴുവനും ഇന്ന് അങ്ങനെ ഒരു റിവൈവൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനും ഈ പേരുകളൊക്കെ മാറി യാഹ്വേന്ന് ജനങ്ങൾ വിളിക്കാൻ തുടങ്ങുന്നു, യേശുവാന്ന് വിളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ബൈബിൾ ഇരിക്കുന്ന പേരുകളൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാകുന്ന ബൈബിളുകൾ ഇന്ന് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ട്രാവലും ഇതെല്ലാം കൂടി ഒരു ബൈബിൾ അങ്ങനെ റെഡിയാക്കി ഏതാണ്ടും അവസാനിക്കുമായിരുന്നു. പുതിയ നിയമത്തിൽ കുറച്ച് പണിയുണ്ട്, പഴയ നിയമം തീർന്നു. വെരി വെരി ഈസി, മോർ ദൻ ഈസിയർ ദൻ NIV. പക്ഷേ ദൈവത്തിൻ്റെ നാമമൊക്കെ അങ്ങനെ എവിടെ എല്ലെല്ലോന്ന് വരുന്നു. ചില നാമങ്ങൾ എനിക്ക് പുതിയതായിരുന്നു ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. യാവേ എന്നറിയാം, യാവി എന്നൊരു നാമം ഇരിക്കുന്നു, യാവി. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഒരു നാമമില്ല, യേലോവ. വേറൊരു പുസ്തകത്തിൽ ഏലാ. വേറൊരു പുസ്തകത്തിൽ ദൈവത്തിന്റെ നാമം ഇലാഹി. ലാ ഇലാഹി ഇല്ലല്ല എന്ന് പറയുന്നില്ലേ, ആ ഇലാഹി നമ്മുടെ ദൈവത്തിന്റെ പേരാണ്. ലാ ഇലാഹി എന്ന് അവിടെ ഇരിക്കുന്നു. പുതിയ പുതിയ നാമങ്ങൾ. എനിക്ക് അത്ഭുതമായ കർത്താവ്, ഈ നാമം എനിക്ക് അറിയില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ നാമങ്ങളൊക്കെ നോക്കി, ഇങ്ങനെ പുതിയ പുതിയ നാമങ്ങൾ ഇരിക്കുന്നു. ഏലോവ, ഏലാ, ദൈവത്തിന്റെ നാമങ്ങൾ. ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലേ, ഞാൻ പറയട്ടെ, ഐ ഫീൽ സംതിങ് ഡിഫറെൻറ്റ്. അത് നിങ്ങൾക്കുണ്ടാകും. സോ ഈ ബൈബിളിൽ ഞാൻ ഈ പേരുകളൊക്കെ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാവരും യാക്കോബ്, ജാക്കബ് അല്ല, ഇംഗ്ലീഷിൽ യാക്കോബ്, എരുഷലായിം, യെശുവ, നോട്ട് പീറ്റർ, കേഫാസ്. അങ്ങനെ വേഗം അത് തീരുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ ഫ്രീ ബൈബിൾ. ഐ വാണ്ട് ടു ലോഡ് ഇറ്റ് ഇൻ ദ ഇന്റർനെറ്റ്. എനിബഡി വാണ്ട് ടു ഡൗൺലോഡ് ആൻഡ് യൂസ് ഇറ്റ്, പ്രിന്റ് ഇറ്റ്, വാട്ട് എവർ യു ഡു ഇറ്റ്. അങ്ങനെ ഇടണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. അത് ഫ്രീ ടു എവറിബഡി. വേഗം അത് തീരാനായിട്ട് നിങ്ങളെല്ലാവരും എനിക്കായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കെ, സോ ഏതാണ് 3 കാര്യം പ്രാർത്ഥനയിൽ? ആഹാരം പോയപ്പോൾ അത് പോയോ? കവന, ദവക്കൂത്ത്, കാശുറുട്ട്. ടങ്സിൽ, അന്യഭാഷയിൽ വളരെയധികം സംസാരിക്കുന്നവർക്ക് പെർസെപ്ഷൻ ഉണ്ടാകും. അതായത് കാണുന്നില്ല, മനസ്സിലാകുന്നു എന്നുള്ളത് ഉണ്ടാകുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അതിനെക്കുറിച്ച് ചില വാക്കുകൾ പറയാം. ആരാധനയിൽ ഒരു സമയത്തൊക്കെ ഞാൻ DJs ദിനകരൻ, ഇങ്ങനെയുള്ള ദേവദാസന്മാർ, അതാ യേശു ആ സൈഡിലേക്ക് വരുന്നു, പരിശുദ്ധാത്മാവ് ഇവിടെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ഇവരെന്താണ് ഇത്, യഥാർത്ഥത്തിലാണോ കള്ളം പറയുന്നതെന്ന് വിചാരിച്ച് കാലമുണ്ട്. പക്ഷെ അത് യഥാർത്ഥം തന്നെയാകുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതം അവനും ദൈവത്തിൻ്റെ ഇടയിലിരിക്കുന്ന ഫെല്ലോഷിപ്പ്, ബന്ധം അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, 8 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ദൈവത്തോട് നടക്കുന്ന മനുഷ്യൻ, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മനുഷ്യൻ, അവനുണ്ടായിരിക്കുന്ന പരിജ്ഞാനത്തിനും 15 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനിരിക്കുന്ന പരിജ്ഞാനത്തിന് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. 10 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാവുന്നവർ 10 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതങ്ങളെക്കുറിച്ച് വളരെ വിമർശിക്കുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യും. ഇറ്റ്സ് ഫുളിഷ്നെസ്. ബെന്നിഹിൻ നടക്കുന്ന ആ മണ്ഡലം ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ദൻ വാട്ട് വി. അവർക്കുണ്ടാകുന്ന റെവലേഷൻ ഡിഫറെൻറ്റ്. നിങ്ങളതിനെ മനസ്സിലാക്കേണ്ടതിന് ആ തരത്ത് പോകണം. ഭൂമിയിൽ നിന്ന് പറക്കുന്ന ഫ്ലൈറ്റിനെ കാണാം, പക്ഷേ അതിനകത്തിരിക്കുന്നവരെ കാണാൻ പറ്റത്തില്ല. ഇതാണ് ലോകത്ത് ആരെയും ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യരുത്. അവർക്ക് ദൈവം വെളിപ്പെടുത്തി നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ ജോൺ വെസ്ലിയുടെ കംപ്ലീറ്റ് വോള്യൂംസ് ഉണ്ട്. അതിൽ ജോൺ വെസ്ലി പറയുന്നു, ദൈവം എനിക്ക് വെളിപ്പെടുത്തിയതിനെ ഞാൻ ആരോടും പറയുന്നില്ല. അത്ര രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞാൽ മനസ്സിലാകില്ല. എനിക്കതുപോലെ വെളിപ്പെടുത്തി നോക്കിയാൽ ഞാൻ പ്രസംഗത്തിൽ പറയാറില്ല. വളരെ ക്ലോസ് ആയിരിക്കുന്നവരോട് പറയും. ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞ നിങ്ങൾ ചിലപ്പോൾ പറയും ഹീസ് മാഡ് എന്ന് പറയും. അപ്പം അന്യഭാഷയിൽ മണിക്കൂറിൽ സംസാരിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന പരിജ്ഞാനം, വ്യവസ്ഥ, അല്ലെങ്കിൽ റെവലേഷൻ, വിഷ്ടം, ഇതൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കുമ്പോൾ ഇവർക്ക് അവരെ കാണുമ്പോൾ മനസ്സിലാകില്ല, അവർക്ക് ഇവരെ കാണുമ്പോൾ മനസ്സിലാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തരം നിങ്ങൾ അങ്ങോട്ട് കയറിപ്പോയാൽ മാത്രമേ അത് മനസ്സിലാക്കുവാൻ പറ്റും. താഴെ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ,
ഒരു മീറ്റിങ്ങിൽ യേശു വരുമോ? വരാമോ? യേശു എന്ത് പറഞ്ഞു? 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ ഉണ്ട്, അവിടെ ഞാൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വരത്തില്ല. അതാണ് നമ്മുടെ പഠിത്തം, അല്ലേ? യേശു അവിടെ വരുന്നു. യേശു അവിടെ വന്ന് രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. അതിന് ലോകം മുഴുവനും ആയിരക്കണക്കിൽ ഇന്ന് ടെസ്റ്റ് മണി ഉണ്ട്. യേശു അവിടെ വന്ന് അവർ തൊട്ടിരിക്കുന്നു. ലൈയിങ് ഇൻ ദ സ്പിരിറ്റ്, ഫാളിങ് ഇൻ ദ സ്പിരിറ്റ്. ചിലർ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറയാറുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ശരിക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വന്നിറങ്ങിയാൽ യു കാൺ സ്റ്റാൻഡ്. ഞാൻ പറയട്ടെ, ഈ വാട്ടർഫാൾസിൽ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് വാട്ടർഫാൾസിൽ പോയി. മഴ സമയമായിരുന്നു, അന്ന് ഭയങ്കര വെള്ളപ്പെരുക്കായിരുന്നു. എൻ്റെ കർത്താവ്, അതിൽ കൊണ്ട് തല കൊടുത്താൽ തല അങ്ങ് ഒടിഞ്ഞു പോകും, അത്ര ഭയങ്കര ഫോഴ്സിൽ വരുന്നു. മറ്റുള്ള സമയങ്ങളിൽ അത് ചാരൽ പോലെ വീഴുന്നു, അതിൽ ചെന്ന് ആർക്ക് നിൽക്കാം? കൊച്ചുകുട്ടികൾ. അത് എൻ്റെ മകൻ പറഞ്ഞു, പപ്പ ഞാൻ അവിടെ പോകുന്നു. ഞാൻ പറഞ്ഞു, പോകരുത്, ഡേഞ്ചർ ആക്കുന്നു. എന്നിട്ട് ഞാൻ അവനെ ഒരു കയ്യിൽ പിടിച്ചു. അതിൽ നിന്ന് വന്ന് വീഴുന്ന ഒന്നിൽ അവൻ തല കൊടുക്കുവാൻ കഴിയുന്നില്ല അവനെ കൊണ്ട്. സി, അക്കോർഡിംഗ് ടു ദ ഫോഴ്സ് യു കാൺ സ്റ്റാൻഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു ചൊട്ടാണ് നമ്മുടെ ശരീരത്തിൽ വീഴുമ്പോൾ നമ്മൾ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്നതൊക്കെ ഈ ഒരു ചൊട്ടിലാണ്. ദൈവം അങ്ങ് മഴ പോലെ നമ്മുടെ മേൽ വീണാൽ കൊലാപ്സ്, കൊലാപ്സ്, കൊലാപ്സ് ആവും. കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുമ്പോൾ ഫ്രെഡിയുടെ വീട്ടിൽ വെച്ച് ഒരു യവനക്കാരിക്ക് ഡെലിവറി ചെയ്യുമായിരുന്നു. 3 ദിവസം. ആദ്യ ദിവസം ആ പിശാച്, ആദ്യ ദിവസം അവൾ കൊലാപ്സായി, തുണി പോലെ ആയി. തൂക്കി നിർത്താൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഷി കംപ്ലീറ്റ്ലി ഗാൺ, കൊലാപ്സായി, തുണി പോലെ അങ്ങനെ ആയി. 2ാമത്തെ ദിവസം രാത്രി വീണ്ടും ചെന്ന് നോക്കി, പറ്റിയില്ല. 3ാമത്തെ ദിവസം ഷീ ഈസ് കംപ്ലീറ്റ്ലി ഫ്രീഡ്. സി, മനുഷ്യൻ്റെ അനോയിൻറ്റിങ്ങിൽ തന്നെ അത്ര ശക്തി ഉണ്ടെങ്കിൽ, അത് സമ്പൂർണ്ണമായി വരുന്നെങ്കിൽ നമുക്കതിന് മുമ്പേ നിൽക്കാൻ പറ്റുന്നത്. ദർ ഈസ് ലൈൻ ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ആൾസോ. എവിടെയെല്ലാം ഒറിജിനൽ ഉണ്ട്, അവിടേക്ക് എന്തുണ്ട്? ഡ്യൂപ്ലിക്കേറ്റ്. ബോംബെയിൽ ഉല്ലാസ് നഗർ എന്നൊരു സ്ഥലമുണ്ട്. അപ്പനും അമ്മയും ഒഴികെ എല്ലാം അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കാം. സകലം അവിടെ ഉണ്ട്. നിങ്ങൾ എന്തോന്ന് കൊണ്ട് കാണിച്ചാലും അവർ ഉടനെ തന്നെ മോൾഡ് ഉണ്ടാക്കും, റെഡിയാക്കും. അതുപോലെ there are real tongues, false tongues. ഫാൾസ് ടങ്സ് എങ്ങനെ വരുന്നു? ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പിശാച് അവരുടെ ശരീരത്തിൽ വരുവാൻ അവർ ഇടം കൊടുക്കുന്നു. നമ്പർ 1, ഒരു വിശ്വാസിയുടെ അകത്ത് ഒരു പിശാച് പെട്ടെന്ന് കയറി. എപ്പോഴെന്നറിയാമോ? സൂര്യൻ മറഞ്ഞതിന് ശേഷവും ദേഷ്യം അകത്ത് വച്ചിരുന്നാൽ പിശാച് അകത്ത് കയറും. പൗലോസ് പറയുന്നത്, പിശാചിന് ഇടം കൊടുക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? കൊടുത്താൽ അവൻ വരും, ഹി വിൽ കം. ഇംഗ്ലീഷിൽ പൊസസ് എന്ന് പറയുന്ന വേർഡ് ശരിയല്ല, ഇത് തെറ്റായ വേർഡാണ്. ഹീബ്രുവിലും ഗ്രീക്കിലും പൊസസ് എന്നൊരു വേർഡേ ഇല്ല. ഹാവിങ് ദ ഡീമൺ, അതാണ് അതിന് യഥാർത്ഥമായ അർത്ഥം. അപ്പം വിശ്വാസികൾ പറയുന്നത് നമ്മൾ പൊസസ്ഡ് അല്ല, 1-2 കാണും, അങ്ങനെയല്ല. ദർ ഈസ് നോ വേർഡ് as possess in Greek. ഹാവിങ് ദ ഡീമൺ. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു രീതിയിൽ ആരോടെങ്കിലും കയ്പ്, ഒരു മനസ്സിൽ ദുഃഖം അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് ചില ദിവസങ്ങൾ നിങ്ങൾ നിറഞ്ഞിരുന്നാൽ തീർച്ച 100% ഞാൻ ചാലഞ്ച് ചെയ്യാം, നിങ്ങളുടെ അകത്ത് പിശാച് തീർച്ചയായും വരും. He will come inside. That has to be delivered completely. That has to be delivered. അതുകൊണ്ട് ആരെയും ക്ഷമിക്കാതിരിക്കരുത്. ആരെന്ത് ചെയ്താലും ക്ഷമിക്കണം. ഹലോ, സ്വർഗത്തിൽ പോകണമെങ്കിൽ ക്ഷമിക്കണം. അന്യഭാഷ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്നേഹത്തിന്റെ ഭാഷയാകുന്നു. ആര് ദൈവത്തെയും മനുഷ്യരെയും വളരെ സ്നേഹിക്കുമോ അവർക്ക് ഇത് ധാരാളം കിട്ടും. ആരെ കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലയോ അവർക്ക് അന്യഭാഷയിൽ അങ്ങ് പൊങ്ങിപ്പോകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അനേകർ പറയുന്നത്, എനിക്ക് 7 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് മണിക്കൂർ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ ദൈവത്തിന്റെ സമൂഹത്തിൽ പോകുമ്പോൾ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ,
കുഴപ്പമുണ്ടെങ്കിൽ യേശു പറഞ്ഞിരിക്കുന്നു, നീ അവിടെ വച്ചിട്ട് ആദ്യം ചെന്ന് അവനോട് നിരപ്പ് പ്രാപിക്കുക, പിന്നെ വന്ന് നീ ആ കാര്യം ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കത്തേയില്ല. അവിടെയാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ചിലപ്പം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയിൽ ദേഷ്യം ഉണ്ടായി എഴുന്നേറ്റ് പോകുന്ന വ്യക്തികളുമുണ്ട്. യു മസ്റ്റ് ലവ് എവ്രിബഡി, നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. ഞാൻ പറയട്ടെ, ഇന്ന് ഈ ലോകത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ആരുമില്ല, പിശാച് ഒഴികെ എല്ലാവരും എനിക്കിഷ്ടമാണ്. I love Catholics, I love Hindus, I love Muslims, I love everybody created in the image of God. അവന് യേശുവിനെ ഇഷ്ടമില്ലാതെ എനിക്ക് ആവശ്യമില്ല. ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവളെ സ്നേഹിക്കുന്നു, എല്ലാ ഭാഷമാരെയും സ്നേഹിക്കുന്നു, എല്ലാ ഡിനോമിനേഷനുള്ളവരെയും സ്നേഹിക്കുന്നു. ആരും എന്നോട് അങ്ങനെ ഒരു കാര്യം ഒരിക്കലും പറയുവാൻ പറ്റത്തില്ല. നമ്പർ 1. നമ്പർ 2, എൻ്റെ സഭയിൽ വേറെ സഭയിൽ നിന്ന് ഒറ്റ വ്യക്തികളില്ല ഇന്ന് വരെ. ഹലോ, അത് കണ്ട് ഇന്ത്യയിൽ ഒറ്റൊരു ഭാഷ എന്നെ കാണുമ്പോൾ, എടാ എൻ്റെ ആത്മാവിനെ നീ കൊണ്ടുപോയല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. ഐ ആം സോ ബോൾഡ്, ഐ വിൽ സ്റ്റാൻഡ് ബിഫോർ എനിവൺ എൽസ്. എനിക്ക് വേണ്ട, കുറച്ച് പേരായിരുന്നാലും എനിക്ക് വേണ്ട. ഇന്ത്യയിൽ 110 കോടി ജനങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ എന്തിന് ഈ വേല നടത്തണം? വേണ്ട. എന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുന്നു, കാരണം എൻ്റെ സഭയിൽ നിന്ന് ഒത്തിരി പേര് അവർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെയില്ല. ഐ വോണ്ട് ടു കീപ് ഇറ്റ് മൈ കോൺഷ്യൻസ് ക്ലീൻ ഓൾ ദി ടൈം. ഞാൻ എപ്പോൾ ദൈവത്തിൻ്റെ സമുദ്രത്തിൽ പോകുമ്പോൾ ദൈവം എന്നെ കുറ്റപ്പെടുത്തുന്ന ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കേണ്ടതിന് ഞാൻ എന്നെ എപ്പോഴും ശുദ്ധമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടെങ്കിലും ദേഷ്യമുണ്ടായിരുന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പണ്ടൊരു സഭയിലായിരുന്നു, ഇന്ന് ആ സഭയിലില്ല, പുറത്തു വന്നു. ആ പാസ്റ്ററോട് നിങ്ങൾക്ക് കുറച്ചൊരു സ്നേഹക്കുറവുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ മാസം തന്നെ ഒരു നല്ല ഓഫറിങ്, ഒരു ടൈത്തിങ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം. ഓഫറിങ് മനസ്സിനെ കൂൾ ചെയ്യുന്ന ഒരു നല്ല മെഡിസിൻ ആകുന്നു. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊണ്ടുകൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് സന്തോഷമായിട്ട് സംസാരിക്കണം, വരണം. സ്നേഹത്തിൻ്റെ ഭാഷയാകുന്നു. സ്നേഹത്തിൽ ആര് വളരുന്നുവോ അവർക്ക് അന്യഭാഷ മണിക്കൂറിൽ സംസാരിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ സ്നേഹത്തിൽ വളർന്നു വരുന്നവർക്ക് പരിശുദ്ധാത്മാവ് ഏത് തരത്തിൽ വരുന്നു, എവിടെ മൂവ് ആകുന്നു, യേശു എവിടെ വരുന്നു എന്ന് പെർസീവ്, വി ക്യാൻ പെർസീവ് ഇൻ ദ സ്പിരിറ്റ്. ഞാൻ എൻ്റെ ആരാധനയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു, ദൂതന്മാർ വന്നിരിക്കുന്നു, അതാ അവിടെ ദൂതന്മാർ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ദൂതനെ കാണുന്നു. ദൂതന്മാർ വന്ന് ആരാധനയിൽ ദൈവസഭയിൽ ക്രിയ നടപ്പിക്കുന്നു, അത് ഉള്ളതാകുന്നു. അവർ ദൈവത്തിൻ്റെ ജനങ്ങൾക്കായിട്ട് പ്രവർത്തിക്കേണ്ടതിന് ദൈവം അയക്കുന്ന ആര്? സ്റ്റുവാർഡ്സ്. ദേ ആർ സ്റ്റുവാർഡ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ വളരുന്നവർക്ക് ഈ പെർസെപ്ഷൻ ജാസ്തി ആയിരിക്കും, കൂടുതലായിരിക്കും. ഭൂതങ്ങളെ ശരിക്കും മനസ്സിലാക്കാം. എവിടെ പിശാചുണ്ട്, ആരുടെ ശരീരത്തിൽ പിശാചുണ്ട്, ശരീരത്തിൽ എവിടെ ഇരിക്കുന്നു എന്ന് പ്രത്യേകിച്ച് കാണാം.